ഇതുപോലുള്ള സ്റ്റീൽ ഗ്ലാസുകൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ? ഓൾമോസ്റ്റ് എല്ലാവരും വീട്ടിലുണ്ടാവും. ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് നിങ്ങൾ അറിയാതെ പോയ കുറച്ചധികം നല്ല ടിപ്സുകളാണ് ഞാൻ കളക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇടികല്ല് നമുക്ക് മൂടി വെക്കാനായിട്ടുള്ള അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. വേറൊന്നുമല്ല, രാത്രി ആകുമ്പോൾ പാറ്റയും പല്ലിയൊക്കെ വന്ന് നക്കാൻ സാധ്യതയുള്ളൂ. നമ്മൾ എത്ര കഴുകി വെച്ചാലും ആ ഒരു ഫുഡിൻ്റെ സ്മെല്ലൊന്നും അതിൽ നിന്നും പോവില്ല അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ അവ വന്ന് നക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അതിലെ ഉറുമ്പ്, ചെറിയ വേസ്റ്റുകൾ വന്ന് കിടക്കുക, അങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ മാറ്റാനായിട്ട് ഇതുപോലെ ആ ഒരു ഗ്ലാസ് വെച്ച് കൊടുത്താൽ മാത്രം മതി. സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ ഏറ്റവും സേഫാണ്. അതുപോലെ ഇതുപോലുള്ള നീട്ടമുള്ള ഗ്ലാസ് ആണെങ്കിൽ നല്ല സേഫായിട്ട് ഇരിക്കും, കറക്റ്റായിട്ട് ഇരിക്കും. അടുത്തതായിട്ട് ഞാൻ ഒരു വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അതിൻ്റെ ഒരു അരഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ മഞ്ഞൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എടുത്തു. ഇല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതും മതി. പക്ഷേ ഏറ്റവും എഫക്റ്റ് നമ്മൾ ഇതുപോലെ നമ്മൾ നട്ട് പിടിപ്പിച്ച മഞ്ഞൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ പൊടി ഇടുന്നതിനേക്കാളും ബെറ്റർ അതായിരിക്കും കേട്ടോ. എന്നിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ കാണിച്ചു തരുന്നത് ഇതൊരു ഹോം റെമഡി ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ പനിക്കൂർക്കയൊക്കെ ചതച്ച് നീരെടുക്കുക. അപ്പോൾ നമ്മൾ കല്ലിലിട്ടൊക്കെ ചതക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ചതക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഇടികല്ലിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മസാലകളും പൊടികളൊക്കെ ചതച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് അതിലുണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ഹൈജീനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് മെഡിസിൻ ഇപ്പം പനിക്കൂർക്കയിലയുടെ നീരൊക്കെ നമ്മൾ കുടിക്കുമല്ലോ, ആ സമയത്ത് ഇതുപോലെ ഗ്ലാസ് എടുത്തിട്ട് ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ നീരും കിട്ടും, ഹൈജീനും ആയിരിക്കും കേട്ടോ. നല്ല ക്ലീനായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത്. ഇപ്പം ഈ ഒരു ഇതെടുക്കുന്നത് നമ്മുടെ നെഗത്തിലുണ്ടാവുന്ന ഫംഗസ് മാറ്റുവാനും അതുപോലെ തന്നെ വായ്പുണ്ണിനൊക്കെ വളരെ നല്ലതാണ്. ഈ മഞ്ഞളും വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിൻ്റെ നീരെടുത്തിട്ട് ഗ്ലിസറിനും കൂടെ ചേർക്കണം കേട്ടോ. ഗ്ലിസറിനും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കുഴിനകം ഉണങ്ങാനൊക്കെ നല്ല അടിപൊളി റിസൾട്ടാണ്. കുഴിനകം ആകട്ടെ, സൈഡിൽ നമ്മുടെ നെഗത്തിൻ്റെ സൈഡിലുണ്ടാവുന്ന ഫംഗസുകളൊക്കെ ഇല്ലേ, കുത്തിപ്പഴുക്കുക, അതുപോലെ തന്നെ വളംകടി, കാലിൻ്റെ സൈഡിലൊക്കെ പൊട്ടുക, അങ്ങനെയുള്ള എല്ലാ പ്രശ്നം, ഏതൊരു ഇൻഫെക്ഷനും മാറ്റാനായിട്ട് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ വായ്പുണ്ണ് വരുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കി ആ വായ്പുണ്ണിൽ ഒരു 2-3 പ്രാവശ്യം വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് ഉണങ്ങി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഈ ഒരു ചണ്ടി, നമ്മൾ ഈ ഒരു പിഴിഞ്ഞ ചണ്ടി കളയേണ്ട കാര്യമില്ല. നമുക്കുണ്ടാവുന്ന കഫക്കെട്ട്, നമ്മളുടെ തലവേദന, ജലദോഷം, മൂക്കടപ്പ്, ഇവയെല്ലാം മാറ്റാനായിട്ട് ഇത് അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. നല്ല റിസൾട്ട്, 100% റിസൾട്ട് കിട്ടിയ ഒരു ഹോം റെമഡിയാണിത്. ഇതിലേക്ക് ഒരു നുള്ള് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. ഈ ചതച്ച ചണ്ടി തന്നെ എടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു കാര്യത്തിന് നിങ്ങൾ ഈ ഒരു വെളുത്തുള്ളിയും മഞ്ഞളും എടുക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന് മാത്രം, ഇപ്പോൾ നമുക്ക് തലവേദനയുണ്ട്, നല്ല തലവേദനയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ, തൊണ്ടയിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ, മൂക്കടപ്പ്, ഇവയെല്ലാം മാറ്റാനായിട്ട് ഇതിലേക്ക് ഒരു നുള്ള് നമ്മളുടെ ഈ വിനാഗിരി കൂടി ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ ആവി, നമ്മളിപ്പോൾ വലിയ പാത്രത്തിലിട്ട് ആവി പിടിക്കുന്നതിനേക്കാളും ഇതുപോലെ ഗ്ലാസ്സിലേക്കാണെങ്കിൽ നമ്മൾ മൂക്കിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് നമുക്ക് ആവി പിടിക്കാനായിട്ട് സാധിക്കും. അതും നമുക്ക് നല്ല തിളച്ച വെള്ളമാണെങ്കിൽ കൂടി മറ്റേ നമ്മൾ സാധാരണ ആവി പിടിക്കുന്നതിൻ്റെ അത്രയും നമുക്ക് പുകച്ചിലെടുക്കില്ല. പക്ഷെ നല്ല റിസൾട്ടാണ് കേട്ടോ. ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ. മൂക്കടപ്പും ജലദോഷവും തലവേദനയുള്ളപ്പം. ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതുപോലെ നിങ്ങൾ ജ്യൂസ് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ആപ്പിളൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കാതെ ഇതുപോലെ ഈ ഒരു നമ്മളുടെ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഇതുപോലെ സ്മാഷ് ചെയ്തെടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ചോറ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ സ്മാഷ് ചെയ്ത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കും. ഇപ്പം പ്രായം കൂടി വരുമ്പം ഭക്ഷണം കഴിക്കാൻ മടിയുള്ള മുതിർന്നവർക്കും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നതിനേക്കാളും ബെറ്റർ ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്ത് സ്മാഷ് ചെയ്ത്, അതുപോലെ കട്ട്ലേറ്റിനൊക്കെ നമ്മൾ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ജ്യൂസ് നോക്കിക്കോ, നല്ല ഫ്രഷ് ജ്യൂസാണ്. മിക്സിയിലിട്ട് അടിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല ഹൈജീനും ആയിരിക്കും, അതുപോലെ തന്നെ നല്ല സേഫും ആയിരിക്കും. നമ്മൾ മിക്സിയിൽ കുറച്ചിട്ട് അടിക്കുമ്പോഴൊക്കെ അത് കൂടുതൽ എന്താ പറയുക, അതിലേക്ക്
കൂടുതൽ ഈ കയ്പും ഇപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസ് ആണെങ്കിൽ കയ്പ് വരും, അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് നിങ്ങളിത് ചെയ്യുക. ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും കൊടുക്കുമ്പോൾ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഫ്രഷ് ജ്യൂസായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. കറണ്ട് ഇല്ലെങ്കിലൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, ഈ ഒരു ഗ്ലാസ് വീട്ടിലുണ്ടെങ്കിൽ കേട്ടോ. അടുത്തതായിട്ട് നേരി ചൂടുവെള്ളം എടുക്കുന്നുണ്ട്, അതിലേക്ക് ഉപ്പും കർപ്പൂരവും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഉള്ള വീട് അല്ലെങ്കിൽ മുതിർന്നവർ പ്രായമായിട്ടുള്ളവരൊക്കെ അറിയാതെ യൂറിൻ പാസ് ചെയ്യും. അതുപോലെ തന്നെ ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ സോഫമേലും കട്ടുമേലൊക്കെ അറിയാതെ അവർ മൂത്രമൊഴിച്ച് പോകുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. വെയിലത്തിടുകേണ്ടേ ഉണക്കേണ്ടേ ഒന്നും കാര്യമില്ല, ഈ ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അതുപോലെ തന്നെ നല്ല ഫ്രഷും ആയിരിക്കും, അഴുക്കും പോകും, സ്മെല്ലും പോകും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഡെറ്റോളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. ഇപ്പോൾ കർപ്പൂരം ഇട്ടത് കൊണ്ടാണ് ഞാൻ അതൊന്നും ഒഴിക്കാത്തത്. നമ്മളൊരു പഴയ സോക്സ് എടുക്കുക, പഴയതെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ട് നമ്മൾ എത്ര തുടച്ചാലും ആ ഒരു മൂത്രത്തിൻ്റെ സ്മെല്ലൊന്നും പോകാനായിട്ട് ചാൻസ് ഇല്ല അല്ലേ. നമ്മൾ വെയിലത്തിട്ട് 3-4 പ്രാവശ്യം ഉണക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. സോക്സ് ആകുമ്പോൾ നല്ല പോലെ തന്നെ ആ ഒരു ബാഡ് സ്മെല്ലിനെ നല്ലപോലെ വലിച്ചിട്ടും കർപ്പൂരം ഉപ്പും ഉള്ളതുകൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ നീറ്റായി കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണിത്. അതുപോലെ ആ വിടവിലും മുക്കിലും മൂലയിലൊക്കെ നല്ലതുപോലെ തന്നെ ആ ഒരു അഴുക്ക് പോകാനായിട്ട് ഈ ഒരു നമ്മൾ ഇപ്പോൾ കുക്കറിൻ്റെ മൂടിയൊക്കെ ആണെങ്കിൽ ആ ഒരു വിടവിലൊന്നും നമുക്ക് കറക്റ്റായിട്ട് പോവില്ല. പക്ഷേ ഈ ഒരു ഗ്ലാസ് ആണെങ്കിൽ നല്ല കറക്റ്റിന് തന്നെ പോകും. അതുപോലെ സോക്സ് ഒരു ഭാഗം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത് ഒന്നും കൂടി നമ്മൾ ആ ഒരു ഭാഗത്ത് തന്നെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഒന്നും കൂടി ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. സൂപ്പർ ടിപ്പല്ലേ, ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ. അടുത്തതായിട്ട് പച്ചക്കറികൾ അരിയാൻ ഇതിലും എളുപ്പം മാർഗം വേറെ ഒന്നുമില്ല. നമ്മൾ കത്തി കൊണ്ടും ചോപ്പർ കൊണ്ടൊക്കെ ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്ക് സവാള ആകട്ടെ, ഇത് ക്യാബേജ് ആകട്ടെ, ക്യാരറ്റ് ആകട്ടെ, എന്തും ക്യാരറ്റൊക്കെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലാസ് കൊണ്ട് എന്താണ് പറയുക ചറപറ ചെയ്താൽ മതി. അപ്പോൾ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ എവിടെ നോക്കാതെ ഇങ്ങനെ കൊത്തി കൊടുത്താൽ മതി. ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. നമ്മൾ കുറേ സമയമൊന്നും വേണ്ട, നല്ല മൂർച്ചയാണ് ആ ഒരു ഗ്ലാസിൻ്റെ തുമ്പത്ത്. ഗ്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതുപോലെ മൂർച്ചയുള്ളത്, മറ്റേ ഇങ്ങനെ പരന്ന രീതിയിലുള്ളത് എടുത്താൽ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഗ്ലാസ് ആണെങ്കിലാണ് സൂപ്പർ കേട്ടോ. സ്പീഡിന് നമ്മളിപ്പോൾ മറ്റേ ആ ചോപ്പറിലൊക്കെ ഇട്ട് ചെയ്യില്ലേ, അതുപോലെ സ്പീഡിന് നമുക്ക് അരിഞ്ഞ്, അതും നല്ല ചെറിയതായിട്ട് നമ്മൾ ആദ്യം ഒന്ന് വലുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചറപറ ചെയ്താൽ മതി കേട്ടോ. നല്ല സൂപ്പറായിട്ട് കിട്ടും. സവാള നേരിയതായിട്ട് അരിഞ്ഞ് കിട്ടാനൊക്കെ നല്ലതാണ്, കൊത്തി അരിഞ്ഞെടുക്കാനൊക്കെ നല്ലതാണ്. നല്ല സൂപ്പർ ടിപ്പാണ് കേട്ടോ, ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് മീൻ്റെ ചിതമ്പൽ, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മളിപ്പം ഞാൻ പല വീഡിയോയിലും ചെയ്യുമ്പോൾ പറയും പുറത്ത് വെച്ച് ക്ലീൻ ചെയ്തുകൂടെയെന്ന്. മിക്കവരും പണ്ട് കാലങ്ങളിൽ അകത്തൊന്നും മീൻ മുറിക്കാറില്ല. പക്ഷേ ഇപ്പം 99% ആളുകൾ അകത്ത് തന്നെയാണ്. ഒന്നാമത് ഫ്ലാറ്റ് ആയിരിക്കും കൂടുതൽ, പിന്നെ മുറ്റം കുറവുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ ഒരു സൂത്രം നിങ്ങൾ ശരിക്കും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചിതമ്പൽ തെറിച്ച് കഴിഞ്ഞാന്ന് വെച്ചാൽ വീട് ആ അടുക്കള മൊത്തം ഉണ്ടാവും. അതിൻ്റെ സ്മെല്ലാണെങ്കിൽ ആ വീട് മൊത്തം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും 1-2 ഒക്കെ അവിടെ പറ്റിപ്പിടിച്ചിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ ഗ്ലാസ് എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക, ആ മൊത്തം ചിതമ്പൽ അതിൻ്റെ ഉള്ളിലേക്ക് വരും കേട്ടോ. ഈ മീൻ നമ്മൾ ഏതൊരു ചിതമ്പലുള്ള മീനാണെങ്കിലും ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ മുറിക്കുകയാണെങ്കിൽ ആ തെറിക്കുന്ന പ്രോബ്ലം നമുക്ക് ശരിക്കും മാറിക്കിട്ടും. ഈ ഗ്ലാസ്സിലും കൂടെ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ആ തെറിച്ച് പോകുന്ന സാധനങ്ങളാണ് ഈ ഗ്ലാസ്സിൽ സ്റ്റോർ ആയേക്കുന്നത്. തെറിച്ച് ഒരു തരി പുറത്തേക്ക് പോവേയില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മീൻ മുറിച്ചേ വാങ്ങുള്ളൂ. എനിക്ക് അത്രയും മടിയുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ മുറിക്കലല്ല, അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്യൽ, കിച്ചൺ ക്ലീൻ ചെയ്തെടുക്കൽ വളരെ വലിയ ടാസ്ക്കാണ്. പക്ഷേ ഈ ഒരു സൂത്രം എൻ്റെ കൂട്ടുകാർ പറഞ്ഞതെന്ന് ചെയ്ത് നോക്കിയപ്പോൾ വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നി. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ട്രിക്കാണ്. അതുപോലെ നമ്മൾ കല്ലിലിട്ട് ഉരച്ചെടുക്കൂലേ മീൻ, അതുപോലെ നമുക്ക് ക്ലീനായി കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ഒന്ന് ചിതമ്പൽ കളഞ്ഞിട്ട് നമ്മൾ കല്ലിലിട്ട് നല്ലതുപോലെ ഉരച്ചെടുക്കുമല്ലോ,
അതേപോലെ അത്രയും ക്ലീനായിട്ട് ഇപ്പോൾ കരിമീനൊക്കെ ആണെങ്കിൽ കുറച്ച് പുളിവെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും. കരിമീൻ കിട്ടുമ്പോൾ ഞാൻ ഇനി കാണിച്ചു തരാം. അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഇടിയപ്പം, പത്തിരി ഇവയെല്ലാം ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി ആണെങ്കിലും നമുക്ക് കുഴക്കുന്ന മടിക്ക് വളരെ വല്ലപ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കുള്ളൂ അല്ലേ. ചൂടോടുകൂടി കുഴക്കുക എന്നാൽ വളരെ വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഉപ്പും ഒരു നുള്ള് വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി പൊടിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടിയിൽ എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല ഈവനായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഇടിയപ്പം കിട്ടും കേട്ടോ. പത്തിരിക്കാണെങ്കിലും നല്ല ഇതള് പോലത്തെ പത്തിരി എന്ന് പറയില്ല, അതുപോലെ കിട്ടാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് സഹായിക്കും കേട്ടോ, നല്ലതുപോലെ തന്നെ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഞാൻ ഇങ്ങനെയാണ്, കണക്കൊന്നുമില്ല, ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ ശരിയാണ്, കുഴ കറക്റ്റായിട്ടുണ്ട്, ആ ഒരു മാവിനുള്ള വെള്ളമായിട്ടുണ്ട്, അങ്ങനെയാണ്. ഞാൻ അല്ലാണ്ട് അളന്നൊന്നും ഞാൻ ഒഴിക്കാറില്ല. നിങ്ങളെങ്ങനെയാണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് അളവ് പറയാനായിട്ട് അത്ര കൃത്യമില്ല. കുറച്ച് ഒഴിച്ചു കൊടുത്ത് പൊടി നല്ലതുപോലെ നനഞ്ഞ്, അപ്പോൾ കൈ കൊണ്ട് കുഴക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും വലിയ ടാസ്ക്കാണ്. എനിക്കത് പറ്റേയില്ല. അപ്പോഴാണ് ഞാൻ ഈ ഒരു സൂത്രം ചെയ്തു നോക്കിയത്. കൈ കൊണ്ട് ഒരു തരി പോലും തൊടാതെ നല്ല പഞ്ഞി പോലെ, നമ്മൾ പത്തിരിക്കും ഇതേ ട്രിക്ക് ചെയ്താൽ മതി. പത്തിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള പത്തിരി കിട്ടാനായിട്ട് ഇതേപോലെ നമ്മൾ ചൂടോടെ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. നമ്മളൊന്ന് ചൂടാറിയിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. നമ്മൾ കുറച്ച് നേരം മൂടി വെച്ച് ആറാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ചൂടോടുകൂടി കുഴച്ചാൽ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 1-2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് സ്പൂണ് കൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ കുഴച്ച് എടുക്കുക കേട്ടോ. കൈ കൊണ്ട് തൊടേണ്ട ആവശ്യമേ ഇല്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഒരു ഈസി. മറ്റേതെന്ന് പറയുമ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മൂടി വയ്ക്കും. എന്നിട്ട് കുഴക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു 15-20 മിനിറ്റ് നല്ലതുപോലെ കുഴക്കണം. പക്ഷെ നമ്മൾ ഈ ചൂടോടെ കുഴക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഞാൻ അത് കട്ട് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കട്ട് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേ നല്ലതുപോലെ തന്നെ കുഴഞ്ഞ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മളെ കൈയിനേക്കാളും നല്ലതുപോലെ നമുക്ക് ഈ ഒരു ഗ്ലാസ് കൊണ്ട് പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലതുപോലെ തന്നെ അത് പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. കണ്ടില്ലേ, നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മുറിച്ചെടുക്കാനും ഈ ഒരു ഗ്ലാസ് കൊണ്ട് തന്നെ പറ്റും. നമുക്കൊരളവ് അറിയാൻ പറ്റുമല്ലോ, നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ പീച്ചണ ഇതിൽ എത്രത്തോളം അളവ് ഉണ്ടാകുമെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു അളവിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്നിട്ട് ഈ ഒരു മാവ് നമ്മളിങ്ങനെ തുറന്ന് വെക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇതുപോലെ കുഴച്ച് ഇതാക്കി എടുത്തിട്ട് നമ്മളിത് മൂടി വെക്കണം കേട്ടോ. എന്നാൽ ആ ഒരു സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. നമ്മൾ മൂടി തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു നമ്മളുടെ ഇടിയപ്പം പീച്ചുന്ന ആ ഒരു അളവിനനുസരിച്ചിട്ട് ഓരോ പ്രാവശ്യം ഇടുന്ന ആ ഒരു ഇത് അനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെ കുഴച്ച് വെക്കുക കേട്ടോ. അതും നമുക്ക് ആ ഒരു ഗ്ലാസ് കൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇടിയപ്പം പീച്ചെടുക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട്. ഞാൻ മറ്റേതൊന്നും പറയുമ്പം ആരെങ്കിലും താഴെ പിടിച്ചു തരണം, എന്നിട്ട് മേളിൽ കൂടി ഞാൻ പീച്ചലാണ്. പക്ഷേ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ നല്ല സ്മൂത്തായിട്ട്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ചൂടോടുകൂടി തന്നെ ഈ ഒരു പൊടി കുഴച്ചെടുത്തത് കൊണ്ട് നല്ല സ്മൂത്തായിട്ട്. ഇനിയിപ്പോൾ ന്യൂ ജെൻ കുട്ടികൾക്കൊക്കെ ഈ ഒരു വിദ്യയൊക്കെ നല്ല സൂപ്പറായിരിക്കും. പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു ഇത് തോന്നും. പക്ഷേ ഇപ്പോൾ ന്യൂ ജെൻ ആയിട്ടുള്ള കുട്ടികൾക്ക് ചൂടുവെള്ളത്തിൽ കൈയിടാനൊക്കെ വളരെ പേടിയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്ര വലിയ പ്രശ്നമില്ലെങ്കിലും ഇനി വരുന്ന തലമുറകൾക്ക് ചൂട് വെള്ളത്തിലിട്ട് കൈയിട്ട് മാവിട്ട് കുഴക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഇതുപോലുള്ള ട്രിക്കുകൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ മാവ് നമ്മളിങ്ങനെ തിരിച്ചെടുക്കുമ്പം വളരെ കുറച്ച് മാത്രമേ അത് വരികയുള്ളൂ കേട്ടോ. വളരെ കുറച്ച് മാത്രം. കണ്ടില്ലേ, അത് ആ കുഴ പെർഫെക്റ്റ് ആകുമ്പോഴാണ് ആ ഒരു രീതിയിൽ. അല്ലെങ്കിൽ കുറേ മാവ് നമുക്ക് വേസ്റ്റ് ആയി പോകും. നമ്മളിങ്ങനെ ഇതാക്കി എടുക്കുമ്പോൾ കുറേ മാവ് ഇതിലേക്ക് വരും. നല്ല കിടിലൻ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് കൊണ്ടുള്ള സൂത്രങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ താങ്ക്സ് ഫോർ വാച്ചിങ്.